അതിനും പൂട്ടി ഇറങ്ങണത് തറവാട്ട് വീട്ടിലേക്ക് പോകാനൊക്കെ സ്കൂളിൽ പോയി. അതുപോലെ തന്നെ ഈശ്വലി ഇപ്പം അംഗൻവാടിക്കും പോക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓളും കൂടെ പോകുമ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പം ഉമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങനെ തറവാട്ട് വീട്ടിൽ അവിടെ ചെന്നപ്പോൾ ഉമ്മ നല്ല മുതിരൊക്കെ ഇട്ടിട്ട് പൂള കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നെയ്ച്ചോറും ചിക്കൻ കറി ഞങ്ങൾക്ക് സ്ഥലത്ത് നിന്ന് കിട്ടിയത് തന്നെ. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ 3 മണി വരെയൊക്കെ ഇരുന്നിട്ടേ പിന്നെ ഈശ്വലിനെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. രാവിലെ തറവാട്ട് വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ പഴംപൊരിക്കെല്ലാം മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് 4 മണിക്ക് വീട്ടിൽ വരുമ്പോഴേക്കിനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി മുന്നിക്ക് വെച്ചെടുത്താലേ മക്കൾസ് നല്ല ഹാപ്പിയാണ്. കയറിന്റെ മുന്നേ തന്നെ വഴിയിൽ തന്നെ വിളിച്ച് ചോദിച്ചിട്ട് കാര്യം വീട്ടിലേക്ക് വരാം എന്തമ്മച്ച ചായക്ക് കടിക്കുന്നു ചോദിച്ചിട്ട് എന്നൊന്നും ഇപ്പം ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാലും അധികമുള്ള ദിവസമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തിവരക്കി കൊടുക്കും. അങ്ങനത്തെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കലേ കഴിഞ്ഞപ്പോൾ ഈ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ഈത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതെടുത്തിട്ട് മാവിൽ മുക്കി കുറച്ച് ഈത്തപ്പഴം പൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.